ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന് തിരിച്ചടി. തെളിവുകളില്ലാത്ത ആവശ്യവുമായി എന്തിനാണ് വന്നതെന്നാണ് കോടതിയുടെ ചോദ്യം. CMRLന്റെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ തള്ളിയതാണെന്ന് കോടതി വ്യക്തമാക്കി. കേസ് വിധി പറയാൻ 6ലേക്ക് മാറ്റി. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കമലേഷ്, നേരത്തെ തന്നെ കോടതി മാത്യു കുഴൽനാടനെതിരെ ചില സംശയങ്ങൾ ഉന്നയിച്ചാണ്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കുന്നത്? ലിബീഷ്, പ്രധാനമായും കഴിഞ്ഞ വ്യാഴാഴ്ച കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ ഉന്നയിച്ച അല്ലെങ്കിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട വിമർശനങ്ങളെല്ലാം തന്നെ ഇന്ന് ആവർത്തിക്കുന്ന ഒരു നിലയാണ് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തിനാണ് ഇത്തരത്തിൽ തെളിവുകളില്ലാത്ത ആവശ്യവുമായി കോടതിയെ സമീപിക്കുന്നത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും കോടതി മാത്യു കുഴൽനാടന്റെ അഭിഭാഷകനോട് ചോദിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും CMRLനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും, അനധികൃതമായി മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ ഇതുവരെയും മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഇത് കോടതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിക്കും, അല്ലെങ്കിൽ കോടതിയിൽ ഇതെല്ലാം ഹാജരാക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ കോടതിയിൽ പോലും ഇത് തെളിവുകൾ ഹാജരാക്കാതെ ഇത്തരത്തിൽ നിരന്തരം ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായി വരുന്നത് എന്തിന് എന്ന ചോദ്യമാണ് പ്രധാനമായും കോടതി ഉയർത്തിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ CMRLുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമാണ്. അതിൽ ഈ CMRL ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ സർക്കാർ നിരാകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും CMRLനെ സഹായിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇത്തരം ഒരു കേസിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പ്രതി ചേർക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എങ്ങനെ പോകാൻ കഴിയും എന്നതാണ് കോടതിയുടെ സംശയം. പ്രധാനമായും ആ സംശയം തന്നെയാണ് കോടതി തെളിവുകളില്ലാതെ എന്തിനെ കോടതിയെ സമീപിക്കുന്നു എന്ന ചോദ്യത്തിലൂടെ മാത്യു കുഴൽനാടന്റെ അഭിഭാഷകനോട് ചോദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കേസിൽ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് മാത്യു കുഴൽനാടന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കേസ് അന്തിമ വിധി പറയുന്നതിന് വേണ്ടി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ലിബീഷ്. ശരി കമലേഷ്, മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന് തിരിച്ചടി. തെളിവുകളില്ലാതെ എന്തിനാണ് കോടതിയിലേക്ക് വന്നതെന്ന ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. കേസ് വിധി പറയാൻ തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്താൽ പോകുമെന്ന് പറഞ്ഞു.